ദാഹിച്ചിന്നും കാണാ കാട്ടിൽ മേയുന്നില്ലേ കാലികൾ ജനകോടികൾ. പലർ നേടിത്തന്നൊരു സ്വാതന്ത്ര്യം ചില കൂടിയിരുന്നു പകുത്തിയിടുന്നു മേടയിൽ മണിമേടയിൽ. ചുടുചോരയൊഴിച്ചു വളർത്തിയ പൂച്ചെടി ഇന്നന്തേ പൂട്ടില്ല, പല കാലം ഒറ്റു വളർത്തിയ പവിഴ പാടങ്ങൾ പൂട്ടില്ല. എവിടെ സ്വാതന്ത്ര്യം ജനകോടികളുടെ മന്ത്രം, ജയകാഹളമൂറും തലമുറ എവിടെ പോ. കാണാൻ ദാഹിച്ചിന്നും കാണാ കാട്ടിൽ മേയുന്നില്ലേ കാലികൾ ജനകോടികൾ. പലർ നേടിത്തന്നൊരു സ്വാതന്ത്ര്യം ചില കൂടിയിരുന്നു പകുത്തിയിടുന്നു മേടയിൽ മണിമേടയിൽ. നിൻ ചിറകടികൾ നിൻ കിളിമൊഴികൾ പൂമ്പുലരൊടികൾ പൊന്നിതൾ മഴയിൽ. ശത്രുകൾ അറിവെഴുതുമ്പോൾ ഉലരും സ്വാതന്ത്ര്യം. വിരിഞ്ഞ പൂവും ഹൃദയം തെളിഞ്ഞ വാഴും അരുതാത്ത നീതിശാസ്ത്രം ഒരു നാം നമുക്കു വീണ്ടും. ഹിന്ദു സിതാ ഹമാര ഹമാര सारे जहां से अच्छा. हम बुलबुले हैं इसके ये गुलसिता हमारा हमारा सारे जहां से अच्छा. എന്നെ തല്ലിയല്ലേ? രക്ഷിക്കണം. രക്ഷിക്കാനും ശിക്ഷിക്കാനും മാത്രമേ എനിക്കറിയൂ. ത്രിമൂർത്തികളെ പോലെ ഞാൻ സൃഷ്ടിക്കും, രക്ഷിക്കും, തടസ്സം നിന്നാൽ സംഹരിക്കും. ഇപ്പോഴ് ഒരു ചെറിയ അപേക്ഷയുണ്ട്. നേതാവ് നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം. അറിയോ, ഞാനൊരു ഗാന്ധിയനാണ്. ഉപ്പു സത്യാഗ്രഹത്തിനും വൈക്കം സത്യാഗ്രഹത്തിനും എല്ലാം ഈ മഹാത്മാവിനോടൊപ്പം പങ്കുചേരാൻ ഭാഗ്യം തെറ്റിച്ചിട്ടുള്ളവനാണ്. ആ ആദർശങ്ങൾ കൈവിടാതെ സൂക്ഷിക്കുന്നവനുമാണ്. ഈ കള്ളന്മാർക്ക് കൊണ്ടുനിൽക്കാൻ എനിക്ക് വയ്യ. സത്യാന്വേഷികൾക്ക് കൂട്ടുനിന്നിട്ട് അങ്ങ് എന്ത് നേടി? വേണ്ട, ഈ രാജ്യത്തിന് എന്ത് നേടിത്തന്നു? കോടിക്കണക്കിന് ദണ്ഡിപ്പലിശകളെ സൃഷ്ടിച്ചു തന്നു. ബഹുമാനപ്പെട്ട നേതാവിന്റെ സമക്ഷത്തിൽ ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഞങ്ങൾ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന കാശ് കൊണ്ടാ തന്റെയൊക്കെ നേതാക്കന്മാരുടെ പൊണ്ടാട്ടികൾക്കും വെപ്പാട്ടികൾക്കും താറുടുക്കാനുള്ള തുണി വരെ വാങ്ങുന്നത്. ജനലക്ഷങ്ങളുടെ മുന്നിൽ ഞങ്ങളെ വെറും കരിഞ്ചന്തക്കാരെന്നും കൊള്ളക്കാരെന്നും മുദ്രകുത്തുന്ന തന്റെയൊക്കെ നേതാക്കന്മാര് കാട്ടിക്കൂട്ടുന്ന പോക്കൃത്തരത്തിന്റെ 100% പോലും ഞങ്ങൾ കാണിക്കാറില്ല. ഞങ്ങൾക്കിതിന് സമയമില്ല. കാരണം ഇവന്മാർക്ക് തിന്നുപിടിക്കാനുള്ള കാശുണ്ടാക്കണ്ടേ. ഇയാൾ ഈ ഗാന്ധി സ്വാദർശമൊക്കെ വെറുതെ പറയുന്ന മുതലാളി. ആ കാട്ടുപുരക്കിന്റെ ആളായാണ്. കാട്ടുപുരക്കൻ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും ആ ചെറ്റയാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. ഞങ്ങളെ ഒതുക്കാൻ അവന്റെ അമ്മയുടെ ഒരു അവിശ്വാസ പ്രമേയം. പറയടോ, താൻ ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ? ഇല്ലെങ്കിൽ തന്റെ ശവം പോലും പുറത്തു കാണിക്കില്ല. ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ തോക്കിന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചു നിന്ന് സ്വാതന്ത്ര്യ പോരാളിയാണ് ഞാൻ. എന്നെ നീ പഠിപ്പിക്കരുത്. സിഎം വന്നിരിക്കുന്നു. ശബ്ദം വെളി കേൾപ്പിക്കരുത്. പരിപ്പ് കലങ്ങുന്നത് വരെ മാധവ മാഷ ഒന്ന് തടവ. നമസ്കാരം. പറയണം. എന്തൊരു മുന്നറിയിപ്പും ഇല്ലാതെ കൊടികെട്ടിയ കാറിൽ സ്വന്തം നാട്ടിലേക്ക് ഇന്നൊരു ദിവസം കൂടിയല്ലേ ഇങ്ങനെ പറന്നു വരാൻ പറ്റുള്ളൂ. മാത്രമല്ല അവിടെ തലസ്ഥാനത്ത് നിന്ന് ഒരു സമാധാനം കിട്ടില്ലടോ. പത്രക്കാരുടെയും ടിവിക്കാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കാൻ മേല. എന്തൊക്കെയുണ്ട് തങ്കമ്മ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അതെ. ഇത് ഗോവിന്ദന്റെ ഭാര്യയല്ലേ? അതെ. ഈയിടെയായിട്ട് മുഖ്യന് മറവി അല്പം കൂടുതലാ. നേതാവല്ലേ കല്യാണത്തിന് മാല എടുത്തു കൊടുത്തത്. ജോലി തിരക്ക്. അത് ഞാനങ്ങ് മറന്നു. വന്നിട്ട് അകത്തോട്ടിരിക്കാം. വേണ്ട, ഞങ്ങൾ വെളിയിലിരുന്ന് അല്പം ശുദ്ധമായി ശ്വസിച്ച് സംസാരിക്കട്ടെ.
എന്നാൽ അങ്ങോട്ട് ആ നിങ്ങൾ നിൽക്ക്. സത്യം പറഞ്ഞ മടുത്തടോ. ഈ വിശ്വാസ വോട്ടെന്ന പ്രകസനത്തിന് നിൽക്കാതെ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞാലൊന്ന് ആലോചിക്കുക ഞാനിപ്പോ. എന്റെ പാറമേക്കാവിലമ്മേ. എടാ ഗോവിന്ദു, എന്തോന്നായി കേൾക്കുന്നേ? ഇങ്ങനൊരു കിരീടം വെച്ച് രാജാവായി കഴിഞ്ഞിട്ട് എന്താ കാര്യം? ജനങ്ങളുടെ മുമ്പിൽ വെറും ഒരു കോമാളിയാകാൻ. MLA മാരെ ചാക്കിട്ട് പിടിക്കലല്ലാതെ ഭരണപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? മുഖ്യന് രാഷ്ട്രീയം അറിയില്ല. വോട്ട് തന്ന് ഭരണത്തിൽ കയറ്റിയ ജനങ്ങളോട് ഇത്രയൊക്കെ കടപ്പാട് മതി. പിന്നെ എങ്ങനെ ഭരിക്കണം, എന്തിനു ഭരിക്കണം തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ മുതലാളിമാർ? അതെ. ആര് കളിച്ചാലും ശരി, നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ നമ്മൾ ജയിച്ചിരിക്കും. സാറിനറിയോ, നാളെ കൊണ്ട് കുഴി തോണ്ടി ഞങ്ങൾ അടക്കം ചെയ്യാൻ കാത്തിരിക്കുക കാട്ടുപുരയ്ക്കൻ. ഓ, നിങ്ങൾ ഒരു കാട്ടുപറിക്കനും. അറിയോ, നിങ്ങളുടെ തമ്മിത്തല്ല് കാരണം ആ പോലീസ് കമ്മീഷണർക്ക് സസ്പെൻഷൻ എഴുതി കൊടുക്കേണ്ടി വന്നു. അവന് സസ്പെൻഷൻ അല്ല, 2 ചവിട്ടാ കൊടുക്കേണ്ടത്. എന്നോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് അവനൊന്ന് അറിയട്ടെ. അല്ല, പുതിയ കമ്മീഷണർ ഒരു സ്ത്രീയാണെന്ന് കേട്ടു. ആണോ? അതാരാ? ഡൽഹി സിറ്റി മുഴുവൻ വിറപ്പിച്ച് ഒരുത്തിയെ കേട്ടിട്ടില്ലേ? ഒരു ശ്രീദേവി. അവര് കേരള കേഡറിലേക്ക് വരുന്നു. ആദ്യത്തെ പോസ്റ്റിംഗ് ഇവിടാ. ദേവി ആയാലും കൊള്ളാം, ദേവനായാലും കൊള്ളാം. ചാർജ് എടുക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മുടെ പക്ഷത്തേക്ക് ആക്കണം. ആ കാര്യത്തിൽ മുഖ്യം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മുഖ്യമന്ത്രിയും മന്ത്രിയും ഒന്നല്ലെങ്കിലും ഏത് പോലീസ് കണ്ടാലും ചേട്ടനെ സല്യൂട്ട് ചെയ്യണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുന്നത് മുകുന്ദനാണെന്നാണ് പത്രക്കാർ പറയുന്നത്. അല്ല, അത് ശരിയല്ലേ? അത് ശരിയല്ലെന്ന് മുഖ്യന് പറയാൻ പറ്റുമോ? ഇല്ലേ, എന്റെ ഒടയതമ്പുരാനെ സമ്മതിച്ചു. താൻ തന്നെ ഞങ്ങളുടെ ദൈവം. പിന്നെ 12 മണിക്ക് വീട്ടിലെത്തണം. അമ്മയുടെ കൂടെ ഊണ് കഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ല, ഈ ഊണ് കഴിക്കലും വിശ്രമവും ഒക്കെ നിങ്ങൾക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ ഊട്ടാൻ വേണ്ടി ഞങ്ങൾ അകത്ത് കിടന്ന് പാടുപെടുകയല്ലേ, അല്ലേ ഗോവിന്ദ? അതെ അതെ. എന്നാ പിന്നെ പുതിയ പോലീസ് കമ്മീഷണറെ എന്റെ പോക്കറ്റിലാക്കുന്ന കാര്യം മുഖ്യനൊന്ന് ഏക്കണം. അവളൊരു ഝാൻസി റാണി എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ശരി. എന്റെ നേതാവിന്റെ മുഖം മുദ്രണം ചെയ്ത നോട്ട് കെട്ടുകൾ തന്നെ വേണമെന്നേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് കിട്ടി. താങ്ക് യു. ബോലോ ഭാരത മാതാ കീ ജയ്. തങ്കമ്പോ, ഗോവിന്ദോ, ദാ കണ്ടോ മുകുന്ദൻ മുതലാളിയുടെ പത്രാസ്? ചാർജ് എടുത്തില്ല. അതിനു മുമ്പ് വന്നിരിക്കുക അനുഗ്രഹം വാങ്ങാൻ കമ്മീഷണർ. ഇവിടെയല്ലേ പൂലൻ ദേവി എന്നോ കിരൺ ബേദി എന്നൊക്കെ പറഞ്ഞിരുന്നത്? ഏത് ഭദ്രകാളി ആയാലും മുകുന്ദന്റെ മുന്നിൽ എത്തിയ പിന്നെ പൂച്ച തന്നെയാ. ആ ജീപ്പിലാരോ വേറൊരു ഐപിഎസുകാരി. അത് അവരുടെ അസിസ്റ്റന്റ് വല്ലായിരിക്കും. ഹലോ, ഐ എം ശ്രീദേവി IPS, കമ്മീഷണർ ഓഫ് പോലീസ്. അറിയാം, ഏത് കമ്മീഷൻ ചാർജ് എടുത്താലും ഇതൊക്കെ ഒരു പതിവാ. അത് കുട്ടിയായിട്ട് തെറ്റിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നെ പറ്റി അയാളെല്ലാം പറഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ മുഖ്യനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. വന്ന കാലം നിൽക്കാതെ എല്ലാരും അകത്തേക്ക് വരൂ. Come on. എന്റെ കെട്ടിയോനാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യർക്കില്ലാത്ത സ്വഭാവം ഇങ്ങർക്ക്. ഇണങ്ങിയ ഇങ്ങനെ നക്കിക്കൊല്ലും, പിണങ്ങിയ ഞെക്കിക്കൊല്ലും. അതുകൊണ്ട് എല്ലാവർക്കും വലിയ പേടിയും ബഹുമാനവും ഒക്കെയാ. അങ്ങനെ വേണം ആണുങ്ങള്. അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നത്. Give it. എന്താ ഇത്? സെർച്ച് വാറന്റ്. മനസ്സിലായില്ല. ഐ എം സോറി, നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് ആണിത്. എന്തോന്നാ പറഞ്ഞേ? എടാ ഗോവിന്ദു, ഈ പെങ്കൊച്ചനെ തമാശ പറയാന്നോ? ചേട്ടാ, വീട് മാറി കാണും. ഇൻസ്പെക്ടർ, കം ഓൺ സെർച്ച്. എവിടേക്കാ? ഒരെണ്ണത്തിനും ഞാൻ മേലോട്ട് കയറ്റി വിടില്ല. എടി പുല്ലേ, മുഖ്യമന്ത്രി വന്നപ്പോൾ ഓച്ചാരിച്ച് നിൽക്കുന്ന വീടായത്. നിന്റെ പീറ പോലീസിനെ വിളിച്ചൊരു പൊടി, അല്ലെങ്കിൽ പെണ്ണാന്ന് ഞാൻ നോക്കത്തില്ല, വലിച്ചു കീറി. എനിക്കറിയാം, താനൊന്ന് വിരൽ ഞൊടിച്ചാൽ തന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരും ഭരണ മേധാവികളും പട്ടിയെപ്പോലെ വാലാട്ടി തന്റെ കാൽ കീഴിൽ വന്ന് നിൽക്കുന്നു. മാത്രമല്ല, കേരളം വിറപ്പിക്കുന്ന പല പോലീസ് ഓഫീസർമാരും തന്നെ കണ്ട വിറയ്ക്കുമെന്ന് എനിക്കറിയാം.
പക്ഷേ ഈ ശ്രീദേവിയുടെ നേരെ തന്റെ കൊമ്പും കൊണ്ട് വന്നാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. Stop it. Get out. Come on, get out. ഇറങ്ങടാ. Come on, I say. കാണിച്ചരടി നടക്കടാ അങ്ങോട്ട്. പാറമേക്കാവിലമ്മ. പാറമേക്കാവിലമ്മയല്ല, ശ്രീദേവിയമ്മ എന്ന് വിളിച്ച കാൽക്കൽ വീട്. Come on, come on, sir. Come on. Come on, hurry up. Start here. Come on. ഇവിടെ. ചെല്ലവിടെ. Come on. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയല്ല മിസ്റ്റർ മുകുന്ദൻ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി. നിന്റെ ഒരു ഡ്യൂട്ടി എടി. നിന്റെ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ എന്റെ ചേട്ടന്റെ ഒരു ഫോൺ കോൾ മതി. വിളിക്ക് ചേട്ടാ സിഎമ്മിനെ. ആഹാ, സോറി മിസ്റ്റർ മുകുന്ദൻ, ഇനി എപ്പോ ഫോൺ ചെയ്യണമെന്ന് ഞാൻ പറയാം. അവളൊരു രഹസ്യറ കൊള്ള. പിടിച്ചോ. അയ്യോ, കൊള്ളാം. ഇത് ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായിട്ട് കൊണ്ടുപോയി സമ്മതിക്കില്ല. എന്റെ കൈക്ക് പണി ഉണ്ടാക്കണ്ട. മാറെന്റെ പെണ്ണുള്ളേ. അയ്യോ, എവിടെ ഈ സാധനത്തെ കൊണ്ടൊന്നും കേടിച്ചല്ലേ. മാറി നിൽക്കണം അങ്ങോട്ട്. നേതാക്കന്മാരുടെ നേതാവായ മുകുന്ദൻ, രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ, സദ്ഗുണ സമ്പന്നൻ, ദാനശീലൻ. തന്റെ ഈ മുഖംമൂടിയെല്ലാം പിച്ചി ചീന്താൻ ഈ തെളിവുകൾ ധാരാളം മതി. എടി ആഫീസറെ, നിനക്ക് ഈ മുകുന്ദനെ ശരിക്കും അറിയില്ല. ഇതൊന്നും കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. തന്റെ സമ്മതം ആർക്ക് വേണം മിസ്റ്റർ മുകുന്ദൻ? ഈ ഫയലുകൾ മാത്രം മതി ജീവിതകാലം മുഴുവൻ തന്നെ തുറങ്കിലടയ്ക്കാൻ. എടി ഭദ്രകാളി, പേടിക്കണ്ട, ഈ ഭദ്രകാളി ഇതൊന്നും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. താൻ ഇതൊക്കെ നേരായി സമ്പാദിച്ചതാണെങ്കിൽ കോടതിയിൽ നിന്ന് തിരികെ വാങ്ങിച്ചോളൂ. Come on, take it. എന്റെ ഭഗവതി, എല്ലാം പോയടാ. പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയും എന്റെ മന്ത്രിസഭയ്ക്ക് ഇനി ഉണ്ടാവില്ല. 5 വർഷം ഞങ്ങൾ തികച്ചും ഭരിക്കും. അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ചതിൽ ആരോടെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്, ഒരാളോട് മാത്രം. ആരാത്? മുകളിലുള്ളവൻ. ഫോൺ. ഹലോ, ആരാ? തന്റെ കാലൻ. എടോ 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 മൈഗുണപ്പ, കാര്യം കഴിഞ്ഞപ്പോ മറ്റം പണി കാണിച്ചല്ലേ. എന്താടോ? കുന്തം. എടോ 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 പുല്ലേ, തന്റെ ആസനം ആ കസേരയിൽ ഉറപ്പിക്കാൻ ഞാൻ കാശത്തെ മുടക്കാൻ അറിയാവോ തനിക്ക്? ആ എനിക്കിട്ട് തന്നെ താ പൊളന്നു അല്ലേ? എന്താ പ്രശ്നം? ആ പെണ്ണിവിടെ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ താ അറിഞ്ഞു കാണുമല്ലോ. ഏത് പെണ്ണ്? തന്റെ അമ്മയുടെ നായരുണ്ടല്ലോ, അയാളുടെ സംബന്ധത്തിലെ മറ്റേ പെണ്ണ്. താൻ കാര്യം എന്തെന്ന് പറയടോ. പറയല്ല, അങ്ങോട്ട് വന്ന് തന്റെ കരണക്കുറ്റിക്ക് വേണ്ടി തെരിയ വേണ്ടത്. തന്റെ മറ്റേടത്ത് IPS കാരത്തിയുണ്ടല്ലോ, അവൾ ഈ മുകുന്ദന്റെ വീട് ആന കരിമ്പും കാട്ടി കേറിയ പോലെ ചവിട്ടി മെതിച്ചൊരു പരുവാക്കി. എന്റെ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണം അവള് കൊണ്ടുപോയി. അതൊക്കെ സഹിക്കാടോ. എന്റെ ജീവനേക്കാൾ വിലയുള്ള ചില രഹസ്യ രേഖകളും കൊണ്ടുപോയി. കാട്ടുപുരയ്ക്കൻ. എടോ, ഇതൊക്കെ ആ കാട്ടുപുരക്ക കഴിവേറി ഒപ്പിച്ച പണിയാ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനൊന്നുമില്ല. 2 മണിക്കൂർ സമയം തനിക്ക് ഞാൻ തരുന്നു. അതിനകം അവളെന്റെ ഉരുപ്പടി തിരിച്ചു കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എടോ മുഖ്യമന്ത്രി, താൻ മുകുന്ദന്റെ മുറ്റത്ത് നിരങ്ങേണ്ടി വരും. Sridevi IPS here? Sir, I am the real Sridevi IPS. What a shocking news. I just can't believe it. Sir, but I just taken off the charge. Subordinates-നെ പോലും ശരിക്കും പരിചയപ്പെട്ടില്ല. Yes, sir. Yes, sir. Definitely, sir. Thank you, sir. ഗുഡ് മോർണിംഗ് മാഡം. Good morning. ഐ എം CI മന്മഥൻ പോറ്റി SI. CI മന്മഥൻ പോറ്റി SI. പേരെന്താ ഇങ്ങനെ തലയും വാലും ശരിയല്ലാത്ത രൂപത്തിൽ? സോറി മാഡം, CI എന്റെ ഇൻഷ്യലും മറ്റതിന്റെ ഡെസിഗ്നേഷനും. ആരാ ഈ മുകുന്ദൻ മുതലാളി? ഗവർണറും മുഖ്യമന്ത്രിയും സർക്കാരും കൊള്ളക്കാരും ഒക്കെ കൂടി ചേർന്നാൽ എന്താണോ അതാണ് മുകുന്ദൻ മുതലാളി.
ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സ്വന്തം ചൂണ്ടുവിരൽ അച്ചുതണ്ടാക്കി മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന കുപ്രസിദ്ധനും സുപ്രസിദ്ധനുമായ ഒരു കോടീശ്വരൻ. ഹൂ ഈസ് ദാറ്റ് ബിച്ച്? ആരാ മാഡം? എന്റെ പേരിൽ ഒരു ആൾമാറാട്ടം. മാഡത്തിന്റെ പേരിലോ ആൾമാറാട്ടമോ? യെസ്. ഞാൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ എന്റെ പേരും പറഞ്ഞ് ഒരുത്തി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഈ മുകുന്ദന്റെ വീട്ടിലാണ് അവൾ ചീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഓ, അപ്പോൾ ചില്ലറക്കാരി അല്ലല്ലോ. എന്റെ തൃപ്രയാറപ്പാ, പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ജന്മം. ആരായാലും അവൾക്ക് എന്നെ അറിയില്ല. ഡൽഹിയിലെ അധോലോക രാജാക്കന്മാരെയും രാഷ്ട്രീയ മുഖംമൂടി അണിഞ്ഞ ജനവഞ്ചകരെയും വിരൽ തുമ്പിൽ നിർത്തിയിട്ടുള്ളവളാണ് ഈ ശ്രീദേവി. പിന്നെയല്ലേ അവൾ. ഇത്രയും തന്റേടിയായ സ്ഥിതിക്ക് ഇവൾ ഇനി കലിയുഗത്തിലെ കൽക്കി അവതാരമോ മറ്റാണോ? What nonsense are you talking? സത്യമാണ് മാഡം, ഏത് രാജ്യത്തായാലും ഇത്തരം ലേഡി റബൽസ് പ്രശ്നക്കാരാണ്. അമേരിക്കയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ പാവം ക്ലിന്റനെ ഇമ്പീച്ച് ചെയ്ത് കിടത്തിക്കളഞ്ഞില്ലേ ആ മോണിക്ക വിസ്കി? എത്രയും പെട്ടെന്ന് ചീറ്റിംഗ് നടന്ന ആ വീട്ടിൽ എനിക്ക് എത്തണം. അതിനു മുമ്പ് അവൾ ഈ നഗരത്തിൽ എവിടെയുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്തിരിക്കണം. യെസ് മാഡം. എന്റെ തൃപ്രയാറപ്പാ, ആരാ ആൾമാറാട്ടക്കാരി? എടാ ഗോവിന്ദോ, എന്തോ നമ്മുടെ മുഖ്യം വാക്ക് പാലിച്ചടാ. ദേ കൊണ്ടുപോയതൊക്കെ തിരിച്ചേൽപ്പിക്കാൻ അവളുമാര് വരുന്നു. മുകുന്ദ മുതലാളി ആരാണെന്ന് ആ കഴിവേറുമൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. മുഖ്യന് നൊന്തു, അവക്ക് കൊണ്ടു. ഇത് അവളല്ലല്ലോ, വേറൊരുത്തിയാ. ഐ എം ശ്രീദേവി, കമ്മീഷണർ ഓഫ് പോലീസ്. ശ്രീദേവിയോ? ഈ പേരും പറഞ്ഞല്ലേ നേരത്തെ ഒരുത്തി വന്നത്? ഇതെന്താ, കാക്കിട്ട പെണ്ണുങ്ങൾക്കെല്ലാം ഒരേ പേര് തന്നെയാണോ? ആക്ച്വലി യു ആർ ചീറ്റഡ്. എന്റെ പേരും പറഞ്ഞ ഏതോ ഒരു പെണ്ണ് നിങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. എന്റെ ദേവി, എന്തായി കേക്കണത്? പോലീസ് വേഷവും കെട്ടി വന്ന് പട്ടാപ്പകൽ വീട് കൊള്ളയടിക്കാൻ ഇതെന്താ ചമ്പൽക്കാടോ? അതോ കൊച്ചുപിള്ളേരുടെ കള്ളനും പോലീസും കളിയോ? ഇതെല്ലാം വേഷം കെട്ടാ. ഇതിന്റെ പുറകിൽ എന്തോ കളിയുണ്ട്. ഇതുപോലെ വന്ന് ഗോമരം തുള്ളിയവളാ മറ്റവളും. ആട്ടെ, നിങ്ങളും വ്യാജനല്ലെന്ന് എന്താ തെളിവ്? നോ, ഐ എം ദി ഒറിജിനൽ കമ്മീഷണർ ശ്രീദേവി IPS. കള്ളു കച്ചവടത്തിൽ ഞങ്ങൾ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിറക്കാറുണ്ട്. പക്ഷെ പോലീസ് വേഷത്തിൽ ഇത് ആദ്യമായിട്ടാ. ചേട്ടാ, ഇതൊക്കെ വിറ്റകളുടെ ഒത്തുകളിയാ. എടി പുല്ലേ, നിനക്ക് ഈ മുകുന്ദനെ ശരിക്കും അറിയില്ല. കന്നിമാസത്തിൽ ഭ്രാന്ത് കയറിയ കൊടിച്ചുപട്ടിയെ പോലെ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കാം. ഒരു പോലീസ് കമ്മീഷണറോടാണ് സംസാരിക്കുന്ന കാര്യത്തെ മറക്കുന്നു. എന്റെ പേരിൽ നടന്ന ചീറ്റിംഗ് ആയതുകൊണ്ടാ ഞാൻ ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ പല്ല് 32 അടിച്ച് ഞാൻ താഴെയിട്ടേനെ. യുനോ, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പക്ഷേ പനിഷ്മെന്റ് വിത്ത് ട്രാൻസ്ഫറിൽ തിരിച്ചു പോവേണ്ടി വന്നേക്കാം. രണ്ടായാലും ജീവിക്കാൻ വേണ്ട മാസ ശമ്പളത്തിന്റെ അക്കം എനിക്കൊന്നു തന്നെയാ. സുരേഷ്, FIR തയ്യാറാക്ക്. ഫോളോ മീ. Bring him. ഇതല്ലേ മുകുന്ദന്റെ ജ്വല്ലറി? അതെ. നീ ആരാ? മുകുന്ദന്റെ മകനാ. പേരില്ലടാ റാസ്കൽ. ഈ കടയിലാണോ കൊടുത്തത്? അതെ. ഇയാള് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന സ്വർണ്ണ ഉരുപ്പടികളെല്ലാം നിങ്ങളാണ് വിലക്ക് വാങ്ങിക്കാറ് അല്ലേ? പച്ചക്കള്ളം. ഇയാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇയാളുടെ അച്ഛനുമായിട്ടാണ് സാർ എനിക്ക് സർവ്വ ഇടപാടുകളും. കഴിഞ്ഞ ആഴ്ചയല്ലേ 3000 മോഷ്ടിച്ച് 40 പവനും കല്ലൂക്കാട് കൃഷ്ണന്റെ അമ്പലത്തിൽ തിരുവാഭരണം കൊണ്ടുവന്ന് കൊടുത്തത് ഇല്ലേ? നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നടാ. ഈ ജ്വല്ലറിയിലെ എല്ലാ ഓർണമെന്റ്സും തൽക്കാലം ഞങ്ങളുടെ കസ്റ്റഡി വെച്ചേ പറ്റൂ. ടേക്ക് എവരിതിങ്. ഞങ്ങൾ ആരെയും സ്വർണ്ണം മോഷ്ടിച്ചിട്ടില്ല. ഇത് ചതിയാണ്. എനിക്ക് എന്റെ അച്ഛനൊന്ന് ഫോൺ ചെയ്യണം. നിന്റെ അച്ഛൻ അവൻ ഭൂലോക കള്ളനാ, നമ്പർ 1 ഫ്രോഡ്. ഓർണമെന്റ്സ് മാത്രമല്ല, നീ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. അയ്യോ, കൃഷ്ണനെ കൊണ്ടുവരാൻ അവൻ വെറും പാവ. കൊച്ചു നല്ല ഉണ്ടതെന്നാ പോരി. മാഡം, മാഡം, ഈ CI മന്മഥം പോറ്റി SI ഏറ്റെടുത്തിട്ടുള്ള ഒരു ഓപ്പറേഷൻസും ഇതുവരെ പിഴച്ചിട്ടില്ല മാഡം.
പോലീസ്. നമുക്ക് തിരിച്ചു പോയാലോ? അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തതുകൊണ്ടല്ലേ നമ്മൾ ഈ വഴി വന്നത്. അവരെല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തു. ഇനി ഒറ്റ മാർഗ്ഗമുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവനെ കൊണ്ട് രക്ഷപ്പെടണം. അപ്പൊ ചേച്ചി, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവണം, അവരുടെ ശ്രദ്ധ തിരിക്കാൻ. കമോൺ, ഹറി അപ്പ്. അയ്യോ, ഇറങ്ങി പാടാം. ഇവരെ കാറി കയറ്റി വേഗം വിട്ടോ. ബി കെയർഫുൾ. നിങ്ങൾ പോയിക്കോ. എന്താ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷന് റെക്കമെൻഡ് ചെയ്യാവുന്നോ? താങ്ക് യു മാഡം, താങ്ക് യു. ഐ എം റിയലി ഹാപ്പി. ഓവർ ഇംഗ്ലീഷ് കലക്കി സാർ. ഓവർ ആക്കാതോ. എന്തിനാ എപ്പോഴും ഇങ്ങനെ കാല് പിടിക്കുന്നു? എത്ര വലിയ ആൾമാറാട്ടക്കാരിയായിരുന്നാലും ഈ CI മന്മഥൻ പോറ്റി SIയുടെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. സാർ, മാഡം. അത് മാഡം അല്ലല്ലോ. അല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ താരാ? അത് മറ്റവളായിരിക്കും. ചവിട്ടി വിടറോ? ഇത് അവളുടെ ജീപ്പല്ലേ? നിങ്ങൾ ഇവിടെ കാവലുണ്ടാവണം. ഒരു വഴിയിലൂടെ അവളെ രക്ഷപ്പെടരുത്. അതാ അവളല്ലേ പോകുന്നത്. നമുക്കൊന്നും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് മേലോട്ട് കയറിയാലോ? 25 നിലയല്ലേ ഉള്ളൂ. എന്താ സാർ? ഒരു കൂടി സാമ്പ്രാണി. സോറി സാർ. മാഡം, സാമ്പ്രാണി ശരിക്കും പോയിച്ചാൽ അവളെ പുറത്തിയായിരിക്കാം സാർ. ഇനി നിന്നെ നിൽക്കുന്ന ആൾമാറാട്ടക്കാരി. ഇക്കുറി പ്രമോഷൻ എന്റെ ഇന്ന് മിസ്സാവൂല. ഇതെന്താ വടി പോലെ മരവിച്ചു പോയോ? എന്തായി കാണിക്കുന്നത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ. എന്തോന്ന് ഇൻവെസ്റ്റിഗേഷൻ? സോറി, ഇത് പ്രതിമയാണെന്ന് അറിഞ്ഞിരുന്നില്ല. സാറ് കണ്ടോ? ഞാൻ കണ്ടോണ്ടിരിക്കുവാടാ. താന്റെ പോയി പിടിക്കണോ? മന്മഥൻ സാറേ, അവൾ ഇവിടെ ഉണ്ട്. ഓടിവാ. എവിടെ എവിടെ? അവൾ ഈ ബാത്റൂമിൽ കയറുന്നത് ഞാൻ കണ്ടു. വാതിലോർക്കടി. സാറ് പറഞ്ഞത് കേട്ടില്ലേ? വാതിൽ ഓർക്കാൻ. മന്മഥന്റെ മൂത്രം ഒഴിച്ച് മണ്ടനാക്കാൻ നോക്കണ്ട. മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ഈ CI മന്മഥൻ SI ആണ് പറയുന്നത്. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. സാറിന്റെ പ്രൊമോഷൻ ഈ മൂത്രപ്പുഴ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കുന്നു. സാറിന്റെ ബുദ്ധിക്കും ശക്തിക്കുമുള്ള അംഗീകാരമാണ് ഈ പ്രൊമോഷൻ. എല്ലാം തൃപ്രയാറപ്പന്റെ കടാക്ഷം. എടി വാതിലോർക്കാൻ. സാറേ, ഇവള് വാതിലോർക്കുന്ന ലക്ഷണം കാണുന്നില്ല. ചവിട്ടി പൊളിച്ചാലേ ഈ പ്രൊമോഷൻ കൈയോടെ പിടിക്കാൻ പറ്റൂ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നീ വാതിലോർക്കില്ലല്ലേടി? ഇറങ്ങി പോടോ. സോറി, തെറ്റിദ്ധരിക്കരുത്. പോലീസ് വേഷത്തോടെ നടക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യാൻ. എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മൂത്രപ്പുരക്കകത്താണോ തന്റെ ഇൻവെസ്റ്റിഗേഷൻ? അന്വേഷിച്ച് വന്നപ്പോ അതൊരു മൂത്രപ്പുര ആയിപ്പോയി. തൃപ്രയാർ അപ്പനാണ് അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിനൊക്കെ കാരണം ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് കരുതിയതാ. ഞാനും ഇപ്പൊ ഡീ പ്രൊമോഷൻ ആവുന്ന ലക്ഷണമാണ്. ഹലോ, ഹായ്, ഐ എം ഇന്ദു, ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. പ്രമാദമായ ഒരു ആൾമാറാട്ട കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് ഇതൊക്കെ അന്വേഷിക്കലല്ലേ പണി. പിന്നെ ഈ പൗരുഷം നിറഞ്ഞ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ആളൊരു കേമനാണെന്ന്. സോറി സർ. എന്താ പേര്? CI മന്മഥൻ പോറ്റി SI. CI മന്മഥൻ പോറ്റി SIയോ? എന്ന് വെച്ചാ മന്മഥൻ പോറ്റി വെറും SI-യാ. CA എന്നുള്ളത് ഇനീഷ്യലാ. സോറി സർ. സാറിന്റെ ഈ സ്മാർട്ട്നെസ്സും കഴിവും
എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മാരീഡ് ആണോ? ഇതുവരെ അല്ല. റിയലി? ഇതെന്താ കയ്യിലൊരു യൂണിഫോം? ഒരു കേസിന്റെ തൊണ്ടിയാ, ഇത്രേ കിട്ടിയുള്ളൂ. ഒരു ജേർണലിസ്റ്റിന്റെ ബുദ്ധി ഉപയോഗിച്ച് കുപ്പായി നോക്കി എന്തെങ്കിലും ക്ലൂ തരാൻ പറ്റുമോ നോക്കട്ടെ. ഷോമി. എന്താ വാടോ വായി നോക്കിയിരിക്കുന്നത്? പോയി ജീപ്പ് എടുത്തോണ്ട് വാടോ. ഈ മുഖം ഞാൻ മുച്ചമ്മത്തിൽ എവിടെയോ കണ്ടു മറന്ന പോലെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഒരു ക്ലൂവും കിട്ടിയില്ല. വരട്ടെ. വീട് എവിടെയാ? അത് ഞാൻ പറയില്ല. ഈ സിറ്റി തന്നെയാ. യു ഫൈൻഡ് ഇറ്റ് ഔട്ട്. എന്റെ സ്വപ്നത്തെ കസവണയിച്ച സുന്ദരി. ഒരു പെണ്ണ് വന്ന് സ്വന്തം പേരിൽ കുമ്മാട്ടിക്കൂത്ത് നടത്തിയിട്ടും അവൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ഇറസ്പോൺസിബിലിറ്റി. സോറി സർ. പുണ്യാർച്ചയാണ്, ജാൻസി റാണിയാണെന്നൊക്കെയാണല്ലോ കേട്ടത്. എന്നിട്ട് എവിടെ പോയി ഔഷരൊക്കെ? മുകുന്ദൻ മുതലാളി അത്ര നിസ്സാരക്കാരനല്ല. മിത്രമല്ലെങ്കിലും ശത്രുവാക്കാതിരിക്കുന്ന നല്ലത്. താൻ ചാർജ് എടുത്ത ദിവസം തന്നെ അയാളുടെ ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുക, അയാളുടെ ഒരേ ഒരു മോനെ തട്ടിക്കൊണ്ടുപോകുക. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ശ്രീദേവിക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് അയാളുടെ പരാതി. ചീറ്റിംഗ് നടത്തിയത് ആരായാലും ശരി, എത്രയും പെട്ടെന്ന് അവൾ അറസ്റ്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. യെസ് സർ. യൂസിംഗ് ഓൾ മൈ എഫർട്സ് ഐ വിൽ ഡു ദ ബെസ്റ്റ്. ഇനി എന്നെ തൊട്ട് പോരുത്. തൊട്ടാ നീ എന്ത് ചെയ്യൂടോ? എന്തിനാ എന്നെ തല്ലുന്നത്? നിനക്കറിയണോ അല്ലേടാ? പോലീസിന്റെ വേഷത്തിൽ വന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണം നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തല്ലിക്കൊല്ലാൻ എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? മുകുന്ദന്റെ മകനായി ജനിച്ചു, അതാ നീ ചെയ്ത തെറ്റ്. നിന്റെ കുടുംബത്തിന്റെ അടിവേര് തോണ്ടി ഞാൻ അടങ്ങൂ. എന്ത് ദ്രോഹം എന്റെ അച്ഛൻ നിങ്ങളോട് ചെയ്തത്? നിന്റെ അച്ഛൻ ചെയ്ത ദ്രോഹം എന്താണെന്ന് ഞാൻ പറയണോ അല്ലേ? പറയോടാ. അതിനു മുൻപ് നിന്നെ തല്ലിക്കൊന്ന് അയാളുടെ മുന്നിൽ ഞാൻ കെട്ടി ഒരിറ്റ് വെള്ളം പോലെ അവന് കൊടുക്കരുത്. മോളെ നിന്റെ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ പോയത്? അരുത്, സഹതാപവും സ്നേഹവും ഒന്നും അരുത്. നമ്മുടെ മുന്നിൽ ഇപ്പോ ശത്രുക്കളേ ഉള്ളൂ. മോളെ, പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് നിങ്ങളൊന്ന് പതറിപ്പോയാ അർത്ഥപ്രാണനായി ജീവിക്കുന്ന ഈ വൃദ്ധന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിച്ചൂടെ? പപ്പമ്മ എന്താ ബാലു? കുന്തം പപ്പമ്മ ಬಿತ್ತೇನೆ കിട്ടു ബാലു. സത്യമൊക്കെ കേൾക്ക എക്കലക്കൈ ബുദ്ധുസ്കർവ ജന്മന. നീ എന്താ ഈ പറയണേ? നിനക്ക് എന്താ അറിയണ്ടേ? ഈ ബാലുവിനെ വെറും വാമനാക്കരുത്. വാമനനോ? ചവിട്ടി താത്തി ഞാൻ എല്ലാത്തിനും പാതാളത്തിലേക്ക് പറഞ്ഞേക്കാം. നീ ഇങ്ങനെ കടിച്ചു കീറാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്നോട് ചോദിക്കാതെ എന്റെ വീട് ആർക്കെങ്കിലും വാടക കൊടുത്തോ? നീ പറഞ്ഞിട്ടാണല്ലോ അവർക്ക് വീട് കൊടുത്തത്. ഞാൻ പറഞ്ഞിട്ടോ? ഓയ്, നിന്റെ പേരും പറഞ്ഞല്ലേ അവരിവിടെ വന്നത്. എന്റെ പേര് പറഞ്ഞു? ചതിയാണ്, കൊടും ചതി. ചതിയോ?
എങ്കി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ ചുത്തികൾ അവസാനത്ത് തീയോ ദുഷ്ടാന്തോ കവാട്കടേ. അവർക്ക് ഭാഷ അറിഞ്ഞൂടാ. പറയണത് കേട്ടില്ലേ? കഥവ് തുറക്കാൻ. अरे ये कौन? ये हमारा बड़ा भाई. बड़ा भाई? कमत भाई. भैया. क्यों? വിശ്വാസം ഹോതാ? बहुत आश्चर्य है. ഇതെങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ ലോറിക്കാര് ബോംബെ ചെന്നാൽ ആശ്രയവും ആശ്വാസവും എല്ലാം ഇളയത് ബായിയാണ്. മനാഞ്ചലവേ? മനാഞ്ചലവേ. ബാലുവങ്ങളുടെ പേര് പറഞ്ഞിട്ടാ പപ്പമ്മ വീട് വാടകയ്ക്ക് വന്നത്. അങ്കിളിനത് ബുദ്ധിമുട്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? എന്റെ വീട് നിങ്ങളുടെ വീടല്ലേ? മോളുടെ മുഖം എന്താ വാടിയിരിക്കുന്നേ? ഒന്നുമില്ല. അതല്ല, ഇവൾക്ക് ബോംബെന്ന് പോകുന്നതിലെന്ത് വിഷമമുണ്ട് ഇല്ലേ ഭായി? അതെ അതെ. വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം ലോറി പോകുമ്പോ കേറിക്കോ, ഞാൻ അന്തേരി കൊണ്ട് അൺലോഡ് ചെയ്തേക്കാം. പുലിയായി വന്നവൻ പൂച്ചയായി മാറി എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഇപ്പൊ വാദി പ്രതിയായി. ഇനി എനിക്ക് പോവാല്ലോ. വരട്ടെ മക്കളെ. കഴിഞ്ഞ ബോംബെ ട്രിപ്പിനെ മുന്നേ കണ്ടിരുന്നു. എന്നിട്ട് അവൻ വല്ലതും പറഞ്ഞോ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന വഴി ഒരു മിന്നൽ പോലെയാ കണ്ടത്. വാന്റെ പുറകിലിരുന്നവനെ കൈവീശി കാണിച്ചു. അവനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം. ഈ അവസരത്തിൽ അവനും കൂടി ഈ കുട്ടികൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരീച്ചയെ പോലും നോവിക്കാത്ത അവനെ കള്ളക്കേസിൽ കുടുക്കിയ ഇൻസ്പെക്ടർ അകത്താക്കുമായിരുന്നു. हमारे प्यारे आईजी साहब आज रिटायर होने वाले हैं। इस खुशी का अवसर पर आपको मनोरंजन के लिए इस जेल का ये कैदी मुन्ना एक मैजिक आइटम पेश करेंगे. മാജിക് കാണിക്കാനുള്ള മൂടൊന്നും എനിക്കില്ല. നീ മാജിക് നടത്തുമെന്ന് കരുതിയാ സൂപ്പറിന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയത്. ഇവന്മാര് പറയുമ്പോ മാജിക് കാണിക്കാൻ ഞാൻ ആരാ? നീ മാജിക് എടുത്തില്ലെങ്കിൽ ആ ദേഷ്യത്തിന് ഇവിടെ ഞങ്ങളെ തല്ലും. ഞങ്ങൾക്ക് വേണ്ടി നീ ചെല്ലും. मेरा प्यारे भाइयों, थोड़े समय के बाद हम फिर मिलेंगे. गुड बाय. आग लगाओ. കർത്താവ്, ഇവനെ എരിഞ്ഞു പോയോ? അരേ ये तो चमत्कार हो गया. My God, it's wonderful. बहुत अच्छा है. और एक आइटम हमारे लिए प्लीज मुन्ना. ശരി ശരി, നിങ്ങൾക്ക് വേണ്ടി ഒരു ഐറ്റം ഞാൻ കാണിക്കാം. കൺകെട്ട് വിദ്യയിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഐറ്റമാണ് മറിമായം. देखो तेरा अगला आइटम यह है. നിന്നെ പോലുള്ളൊരു സുരകവർഗത്തിന് പോലും അപമാനടാ കള്ളപ്പന്നി. अरे इस कुत्ते ने तो मेरे ऊपर पेशाब कर दिया रे. तेरे की പട്ടിമൂത്ര ആരോഗ്യത്തിന് നല്ലതാ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. പിടിക്കാൻ പറ്റുന്നെ പിടിച്ചോ. अरे जल्दी. उससे चढ़ने मत, पकड़ो. यहाँ से कोई कुत्ता भाग गया. उस कुत्ते के गया, बहुत समय हो गया. वो हरामजादा हम सबको बेवकूफ बना के चला गया. ഓടാ പുല്ലേ, ഈ മുന്നോട് വേണ്ട നിന്റെ കളിട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതിനാലാണ് ബോംബെയിൽ വന്നതെന്നറിയാമായിരുന്നു. പക്ഷെ ഇത്ര ഭീകരമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. മനസ്സിനെ രാഗി രാഗി മൂർച്ചപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷം 15ആയി. ഏതായാലും ഈ കോളനിയിൽ നിങ്ങൾ സുരക്ഷിതരാ. സ്നേഹിക്കാനും ചിരിക്കാനും മാത്രമേ ഈ പാവങ്ങൾക്കറിയൂ. പക്ഷെ പകയെടുത്ത പ്രശ്നക്കാരാ, സൂക്ഷിക്കണം. ഏയ് പപ്പമ്മ, പപ്പമ്മ സക്കാണി ഒത്തിരി ധൃതിക്കതേ.
വിശേഷ ദിവസമായിട്ട് ഇവിടെ ഒന്ന് നിൽക്കുക. ഇന്നത്തെ ഉത്സവത്തിന് വിശിഷ്ടാദികൾ നിങ്ങളാ. മഹാലക്ഷ്മിയുടെ ഐശ്വര്യമായിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കണത് അല്ലേ? ഗീന്തു ഡാൻസ് തുമ്മി കേർദുക്ക എന്തേം കേറിന്തുല അങ്കലും ആഗ്രഹം തുമ്മി ഡാൻസ് കേർക്ക പോയി അങ്കല സന്തോഷം. നല്ലതും പിടികിട്ടിയ. ഇത്തവണ ഉത്സവത്തിന് പാട്ടിലും നൃത്തത്തിലും നിങ്ങളും സഹകരിക്കണോന്ന്. कल्याण साथी सोना जी ही पोरी कोना जी कल्याण साथी सोना जी ही पोरी कोना जी नंदलाला हे नंदलाला നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ല നിന്റെ വർണ്ണമാല രാധയ്ക്കോ കാതുകളിൽ രാഗമാല നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ല നിന്റെ വർണ്ണമാല രാധയ്ക്കോ കാതുകളിൽ രാഗമാല ആരും കാണാതെത്തുന്നു രാധ ആയർ പെണ്ണേ നീ ഒരു മായ കയ്യിലെ കറന്ന് വെച്ച് പാൽക്കുടം നിറച്ചു വെച്ചു പാലാടി തിങ്കളായി വന്ന രാധ പാട്ടും മറന്നു വെച്ചു പട്ടൊടുത്തു പൊട്ടുതൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല പൂജ ചെയ്ത കൃഷ്ണഗാഥ ഒതുങ്ങി നിക്ക മാറിക്കെ അപ്പമ്മ ഏ മൊട്ടക്കാരി അങ്കിളെ ചാന്ദ് ബോസ് ജാऊंगे ഞങ്ങൾക്ക് ഈ കോളനി ഒന്ന് സെർച്ച് ചെയ്യണം. എന്താണാവോ കാര്യം? അതുമാത്രമല്ല ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ വിശേഷ ദിവസമാണ്.
അതുകൂടാതെ ഈ കോളനിയിൽ പോലീസ് വരുന്നത് ആദ്യമായിട്ടാണ്. അറിയാം, പക്ഷെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റൂ. ഈ ബാലു എവിടെ പോയത്? ബാലുവത്തെ ആരെയും വിളിക്കണമെന്നില്ല. എല്ലാരും അല്പനേരത്തേക്ക് ഞങ്ങളോട് സഹകരിക്കണം. എന്റെ തിരുമല ദേവ, നീ ഞങ്ങളോട് കോപിച്ചിരിക്കുകയാണോ? ആ പയ്യനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. എങ്ങോട്ടാ? റൈഡ് കഴിയുന്നവരെ ഇവിടെ തന്നെ നിന്നാ മതി. ആരും വീടുകളിലേക്ക് പോകാൻ പാടുള്ളതല്ല. നിങ്ങൾ അവിടെ നോക്ക്. ഒന്ന് പുറത്തിറങ്ങുന്നേ. ഇന്ദു, വാട്ട് പ്ലസന്റ് സർപ്രൈസ്. എന്താന്ന് പറഞ്ഞത്? ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. യെസ്, ഞാൻ കണ്ടെത്തി. ഐ ഫൈൻഡഡ് ഇറ്റ്. തൃപ്രയാർ അപ്പനാണ്. ഇന്ന് കാലത്തുകൂടി ഓർത്തതേ ഉള്ളൂ. അന്ന് കണ്ടേ പിന്നെ പുറംതിരിഞ്ഞ് കിടക്കുന്ന ഏത് പെണ്ണിനെ കണ്ടാലും അത് ഇന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഓടിച്ചെന്ന് മുഖം കണ്ടാലേ മനസമാധാനം ആവുള്ളൂ. ഇതാരാ? എന്റെ സിസ്റ്ററാ. എന്താ നെയിംസ്? സിന്ധു. ആ വരൂ, മാഡത്തിന് പരിചയപ്പെടുത്തരാം. വരൂന്നേ, കമാൺ പ്ലീസ്. മാഡം, മീറ്റ് മിസ് ഇന്ദു. ഒരു ഫ്രീ ജേർണലിസ്റ്റ് ആണ്. അല്ല, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഇത് ഇന്ദുവിന്റെ അനിയത്തി ബിന്ദു. ഐ ആം ഇന്ദു, ഷീ ഈസ് സിന്ധു. ഹലോ. മാഡത്തിന് വേണമെങ്കിൽ തൽക്കാലം ഇന്ദുവിന്റെ വീട്ടിൽ റെസ്റ്റ് എടുക്കാം. കമോൺ മാഡം. ഓക്കെ, ഒന്ന് നിന്നേ. നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പോലും പോലീസുകാർ കയറി പരിശോധിക്കുന്നു. പരിചയമുള്ളവർക്ക് രണ്ടിടി കൂടുന്ന പോലീസിന്റെ നിയമം അല്ലേ സാറേ? അവർ പരിശോധിക്കുക മാത്രമേ ഉള്ളൂ, ഒരു ഉപദ്രവം ചെയ്യില്ല. കുറ്റവാളികളെ കണ്ടാൽ അറസ്റ്റ് ചെയ്യും, അത്രമാത്രം. കമോൺ മാഡം, വരൂ ഇന്ദു. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് അവരെങ്ങനെ അവനെ കണ്ട? എന്ത്? അവര് കണ്ട നമ്മളല്ല ഉണ്ട തിന്നുന്നു. സിന്ധു അകത്തോട്ട് പോയ പോലീസ് ശ്രദ്ധിക്കില്ല. അവനെയും കൂട്ടി പുറയിലത്തെ വാതിലൂടെ വെളിയിൽ പോണം. ഹലോ, കൺട്രോൾ റൂം. AC ജനാർദ്ദൻ എടുക്കും. യെസ്, കമ്മീഷണർ ഹിയർ. നമ്പർ 4 ഫ്ലൈയിങ് സ്ക്വാഡിനെ വിളിച്ച് നിങ്ങൾ എത്രയും വേഗം MG റോഡിലുള്ള കൊങ്ങണി കോളനിയിൽ എത്തണം. അറിയാം. എങ്ങോട്ടാ? ചുമ്മാ അകത്തേക്ക്. സോറി, പോറ്റിയുടെ പരിചയക്കാരാന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ കോളനിയിലുള്ള വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും പരിശോധിച്ചേ തീരൂ. അതുവരെ അകത്തേക്കാരും കടക്കരുത്. ഗോ ആൻഡ് സെർച്ച്. സോറി സാർ. ഇനി ഇതിനടിയിലുണ്ടോ? ആ മുറി ഉറപ്പ് സാർ. അതിനകത്ത് ആരുണ്ട്? ആരുമില്ല. സോറി, എന്റെ മൂക്ക് പോറി. ആ ഏറിയതോ? അടി നോക്ക്. മുകളിലില്ല. അടി നോക്കിയതാ. അതിന്റെ അടി നോക്കണോ? ഓ, അത് ശരി. ഈ വീടൊരു ശ്രീകോവിൽ പോലെ പരിശുദ്ധമാണ് മാഡം. സംശയിച്ച് തെറ്റായിപ്പോയി. എവിടെ ഇന്ദു? സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ലെറ്റ്സ് ഗോ. എന്റെ സ്വപ്നത്തെ കസവണിയിച്ച സുന്ദരി. അയ്യോ, ഇവൻ ഇതെവിടെ പോയി? അവൻ രക്ഷപ്പെട്ടു കാണും. इधर के लोग बॉम्बे वाला से बहुत बड़ा चोर है ना पिताजी? वो तो ठीक है बेटा, लेकिन तुम उसको कैसा भी पकड़ना. നീ മുറി പൂട്ടിയിരുന്നില്ലേ? ആ, ഞാൻ പൂട്ടിയിരുന്നു. ഇല്ല, അവൻ രക്ഷപ്പെടാൻ പാടില്ല. മോളെ, നമ്മുടെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. എന്തിനായിരുന്നു അങ്ക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? ചേച്ചി വിഷമിക്കരുത്. നിന്നോടല്ലേ നോക്കിക്കൊള്ളാൻ പറഞ്ഞത്? ഞാൻ ഇനി എന്ത് ചെയ്യും? പിന്നെ നമ്മള് അവൻ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ വിടണം. പേടിക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടതല്ല.
അവരെ ഫോൺ ചെയ്ത് വരുത്തിയത് ഞാനാ. പക്ഷെ എന്തോ ഒറ്റ കൊടുക്കാൻ തോന്നിയില്ല. പൂമനശ്ശേരി കോവിലകത്തെ ഹിന്ദു തമ്പുരാട്ടി അല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് അറിയണം ഇനി പലതും. നോ, ഒന്നും നീ അറിയണ്ട. കഥ കേൾപ്പിക്കാനല്ല, കൊല്ലാക്കൊല ചെയ്യാനാ ഞാൻ കൊണ്ടുവന്നത്. നിന്നെ നിന്റെ കുടുംബത്തെ നാമാവശേഷമാക്കി ഞാൻ അടക്കുള്ളൂ. എന്താ മോളെ ഇത്? എന്താ മനസ്സലിഞ്ഞു പോയോ? ചോര കണ്ട പകയ്ക്കരുത്, കണ്ണീര് കണ്ട പതരരുതെന്ന് അങ്ങനെ തന്നെ ഉപദേശിച്ചത്. ശത്രുവായവൻ ബന്ധം പറഞ്ഞ് സ്നേഹം കൂടാൻ നോക്കുക. ഒരു സെന്റിമെന്റ് നമുക്ക് വേണ്ട. ഒന്നുകിൽ ഇവരെ കൊല്ലണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവനെ ഇവിടുന്ന് മാറ്റണം. മാറ്റാം, ഇന്ന് രാത്രി തന്നെ മാറ്റാം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ അവരെന്ത് ചെയ്തോ ആവോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. മന്ത്രിമാരെയും കളക്ടർമാരെയും പോലീസുകാരെയും എല്ലാം വിലക്ക് നിർത്തുന്നവനാ മുകുന്ദൻ മുതലാളി എന്ന് പറയാറുണ്ടല്ലോ. ഏതോ ഒരു പെണ്ണ് വന്ന് സ്വന്തം മോനെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? നീ ഒന്നടങ്ങന്റെ തങ്കമ്മേ. ഇങ്ങനെ നിലവിളിച്ചിട്ട് എന്താ കാര്യം? നിനക്ക് എന്റെ വിഷമം അറിയില്ല. നഷ്ടപ്പെട്ട ഫയലുകളുടെ കാര്യം ഓർക്കുമ്പോഴാ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? സ്വന്തം മോനേക്കാളും വലുതാ അങ്ങയുടെ ഒരു ഫയല്. എടി മൂദേവി, അവൻ എന്റെ മോനാ. അവരെവിടെ ഒളിപ്പിച്ചാലും എന്റെ കൃഷ്ണമോൻ പുറത്തു വരും, എനിക്ക് ഉറപ്പാ. പക്ഷെ ആ ഫയലുകളുടെ വില നിനക്കറിയാവോ? ഇതുവരെയുള്ള എന്റെ എല്ലാ രഹസ്യങ്ങളും കൊലയോടെ അവൾ നടത്തിക്കൊണ്ടു പോയത്. എന്റെ ഭഗവാനെ, ആ ഫയൽ എങ്ങാനും പുറത്തായാൽ ജീവിതാവസാനം വരെ നമുക്ക് ഉണ്ടതിന്ന് ജീവിക്കാം, അല്ലേടാ? നമ്മളെ തകർക്കാൻ വേണ്ടി ആ കാട്ടുപുരക്കിനിറക്കിയ തുറുപ്പ് ചീട്ടാവള്. ഞാൻ മുകുന്ദ മുതലാളിയാ. ആരാ? മുതലാളി ഉറങ്ങിയില്ലല്ലേ? ഉറങ്ങാ പിന്നെ സംസാരിക്കൂ. മുകുന്ദ മുതലാളിക്ക് ഇനി ഉറങ്ങാൻ കഴിയില്ല. തന്നെ ഞാൻ അതിന് സമ്മതിക്കില്ല. ആരാടി നീ? നിന്റെ കാലൻ. മനസ്സിലായില്ലല്ലേ? ഞാനാടോ ഡ്യൂപ്ലിക്കേറ്റ് ശ്രീദേവി IPS. പട്ടി കഴിവേറി മോളെ, നിന്നെ എന്റെ കിട്ടിയ വലിച്ചു കീറി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. സത്യം പറ, ആരാ നീ? ആരാ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? പറയടി. നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ എന്റെ ഫയലുകൾ നീ തിരിച്ചു തരണം, എന്റെ മോനെയും. നിനക്കെല്ലാം ഞാൻ തിരിച്ചു തരും, പക്ഷേ നിന്റെ മരണശേഷം മാത്രം. ആ ദിവസത്തിന് വേണ്ടി നീ കാത്തിരുന്നു. മിസ്റ്റർ മുകുന്ദൻ, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ? എല്ലാ മലയാള മാസം 1-ാം തീയതിയും സരോജാനന്ദമയി സ്വാമിയുടെ ചവിട്ട് കൊള്ളാൻ വേണ്ടി താൻ വരുമെന്ന് എനിക്കറിയാം. നമസ്കാരം. താനെന്താ എന്റെ കമ്മീഷൻ കൊണ്ട് നമ്മളെ ചവിട്ടി താത്തി വെച്ചിരിക്കുകയാണല്ലോ. എന്താ ശ്രീദേവി ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? സോറി സർ, മിസ്റ്റർ മുകുന്ദന്റെ വീട്ടിൽ നടന്ന ചീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയി അന്വേഷിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞാനത് തെളിയിച്ചിരിക്കും. ഓ പിന്നെ തെളിയിക്കും. എന്റെ രാഘവേട്ട, ഈ കമ്മീഷനെ പറ്റിയാണോ നിങ്ങൾ വലിയ പുലിയാണെന്ന് പറഞ്ഞത്? ഇതുവരെ എലിയാ, എലി. പക്ഷെ ഈ എലി മറുപക്ഷത്താണോ എന്ന എന്റെ സംശയം. മൈൻഡ് യുവർ വേർഡ്സ്. തന്റെയൊക്കെ ഗുഡ് ബുക്കിൽ കയറാനല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത്. സർ, സമയായി. 10:10 അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പ്ലീസ് എക്സ്ക്യൂസ് അസ്. ഒന്ന് നിന്നേ. എന്തെങ്കിലും ഒരു പരിഹാരം താൻ കാണണം. ഒറ്റ മാർഗമേ ഇപ്പൊ മുന്നിലുള്ളൂ. എന്താണ്? സാക്ഷാലമ്മ. കേട്ടിട്ടില്ലേ? മൂർധാവിൽ അമ്മയുടെ ചവിട്ടേറ്റാൽ എല്ലാ വിഘ്നങ്ങളും മാറും. അതോടെ തന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഐശ്വര്യവും കൈവരും. അങ്ങനെ മൂർധാവിൽ ചവിട്ട് വാങ്ങിയുള്ള ഐശ്വര്യം തൽക്കാലം എനിക്ക് വേണ്ട. അല്ലെങ്കിലും ജീവനുള്ള ദൈവങ്ങളെ ചേട്ടന് തീരെ വിശ്വാസം. താനേ വന്നോളും. അനുഭവം വരട്ടെ. അപ്പൊ ഞാനങ്ങോട്ട്. ചെല്ലു ചെല്ലു ചെല്ലു. നിങ്ങളിവിടെ നിന്നാ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദുരിതങ്ങളും മാറിയില്ലേ? എല്ലാ അമ്മയുടെ കടാക്ഷം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. രാഘവന്റെ മന്ത്രിസഭ കാലാവധി തിരിക്കും. അമ്മയുടെ ഭക്തരെ ഒരിക്കലും അമ്മ കൈവിടില്ല.
ചവിട്ടിയാ തിരിച്ചു ചവിട്ടുന്ന പാരമ്പര്യ നമുക്കുള്ളത്. ദേ അവിടെ ഒരുത്തൻ ചവിട്ട് എരന്ന് വാങ്ങുന്നു. കലികാല വൈഭവം. എത്ര? 10. നാളെ വിളിക്കേ. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലാണ്. എനിക്ക് വളരെ അത്യാവശ്യം. ഏടാ ഒരുമ്പട്ടവള എവിടെ? ഒട്ടി കഴിവേറി മോളെ, നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേര് പണി തുടങ്ങിക്കഴിഞ്ഞു. നീയും കൂടെ അങ്ങോട്ട് ചെല്ലേ. രണ്ടിന്റെ ശവം ഇന്ന് എനിക്ക് വേണം. മുതലാളി സ്നേഹപൂർവ്വം സ്വീകരിച്ചാലും മുതലാളി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇത് 19ാമത്തെ തടവ്. എങ്ങനെ? മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പൊ നീ നിനക്ക് എന്തത്? നമസ്കാരം. എവിടെയാ റാസ്കൽസ്? പോകുന്നു. അത് പോത്തല്ലേ? അതെ, പക്ഷെ അത് അവര് തന്നെയാ. വിളിച്ചു വരുത്തിട്ട് കളിയാക്ക? അല്ല മാഡം, അത് അവര് തന്നെയാ. സത്യമായിട്ടും ആ പോത്തുകൾ അവര് തന്നെയാ. എന്ത് വിട്ടിത്താ നിങ്ങൾ പറയുന്നത്? എന്റെ പാറമേക്കാവിൽ അമ്മയാണ് സത്യം. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. പിടികിട്ടി. മാഡം, സംഘടനത്തിൽ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അതാ പിച്ചിമ്പയും പറയുന്നത്. അയ്യോ അല്ല സാർ, ഞങ്ങൾ പറയുന്നത് സത്യമാ. നിന്ന നിപ്പിൽ അവരിങ്ങനെ പോത്തായോ. അപ്പൊ മറിമായം. മാഡം, ഇതൊരു കൺകെട്ട് വിദ്യയാകാനാണ് സാധ്യത. കമ്മീഷണർ, ഇന്നലെ അവൾ എനിക്ക് ഫോൺ ചെയ്തു എന്നെ കൊല്ലാൻ വരുമെന്ന്. ഇന്നതേ അവൾ കാലന്റെ വാഹനത്തിൽ വന്നിരിക്കുക. എന്റെ പാറമേക്കാവിലമ്മേ, അവള് കാലം തന്നെയാ. കൊച്ചു തമ്പുരാട്ടിന്റെ ഇവിടെ മുന്നേ ഉള്ള ധൈര്യത്തിലാ ഞാനിങ്ങോട്ട് വന്നത്. മുന്ന പ്ലീസ്, എനിക്കൊന്ന് കിട്ടുനെ കാണണം. കിട്ടുനെ കണ്ട തട്ടും. നിന്നെയല്ല, നിന്റെ ചേച്ചി എന്നെ. കൊച്ചു തമ്പുരാട്ടിയുടെ മനസ്സിലെ ഇളക്കെനിക്ക് മനസ്സിലായി.
ഇതിന് ഒറ്റ ചികിത്സയുള്ളൂ. വീട്ടിൽ പോയി നല്ല ചുക്ക് കാപ്പി തിളപ്പിച്ച് ചൂടോടെ ഇങ്ങനെ ഊതി ഊതി അങ്ങോട്ട് കുടിക്കുക. പാടില്ലാത്ത വല്ല അസുഖം മനസ്സിലുണ്ടെങ്കിലേ അതോടെ മാറിക്കിട്ടും. കളിയാക്ക? അയ്യോ സത്യമായിട്ടല്ല. ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. നേർച്ചക്കോഴിക്ക് ആരെങ്കിലും വില പറയോ? തമ്പുരാട്ടിക്കുട്ടിക്ക് അറിയോ? ഉരുതിക്കിട്ട ചെക്കനത്. അല്ല, അസുഖമായി കിടക്കുന്നറിഞ്ഞപ്പോ ഒരു വിഷമം, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ കുറേ ആളുകൾ കിടക്കുന്നുണ്ട്, അവര് പോയി കാണൂ. മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖം എപ്പോഴുള്ളൂ. അതിന്റെ മേലെ ചികിത്സിച്ചാലും മാറാത്ത അസുഖം ഉണ്ടാക്കി വെക്കണോ? ഈ പ്രേമപ്പനി എങ്ങാനും പിഴച്ചു പോയാൽ ടൈഫോയിഡിനേക്കാൾ കഷ്ട, ജീവനും കൊണ്ടേ പോകത്. എന്തെതിർത്താലും എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. എന്റെ ഈശ്വര, അത് എന്തിനുള്ള പുറപ്പാടാ? അയ്യോ നിന്നേൻ, തമ്പുരാട്ടി കുട്ടി അവിടെ നിന്നേൻ. മൂത്ത തമ്പുരാട്ടിയാണെങ്കിൽ കാരിരുമ്പ്, ഇതാണെങ്കിൽ കരിമ്പ്. ഈ കാരിരുമ്പിനും കരിമ്പിനും നടക്കെ ഈ പാപം വെട്ടിരുമ്പ്. വെട്ടിമരുന്ന് പോലത്തെ പ്രായ. അറിഞ്ഞോണ്ട് തീ കൊളത്തില്ല എന്റെ പൊന്നു തമ്പുരാട്ടിക്കുട്ടി. മുന്നേ എന്തൊക്കെ പറഞ്ഞാലും കിട്ടുവിനെ കണ്ടേ ഞാൻ പോവും. അപ്പൊ ഇത് എന്നെയും കൊണ്ടേ പോവൂ. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ചത്തോന്നറിയാനാണോ? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ വന്നതെന്നറിയോ? വരണ്ട കാണണ്ടെന്ന് കരുതിയതാ. പക്ഷേ അസുഖാന്ന് കേട്ടപ്പോ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നോട് ഇത്ര സ്നേഹം തോന്നുന്ന എന്തിനാ? നിന്റെ ചേച്ചിയെ പോലെ നിനക്കും എന്നെ വെറുക്കായിരുന്നില്ലേ? ചാവും വരെ തല്ലായിരുന്നില്ലേ? സോറി സോറി കിട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം? ഈ കൈ നെറ്റിയിൽ തൊട്ടപ്പോ എല്ലാ അസുഖവും മാറിയതുപോലെ. കണ്ണടച്ച് കിടന്നോളൂ. നല്ല സ്വപ്നം കണ്ടുറങ്ങാൻ ഞാനൊരു മരുന്ന് തരട്ടെ. ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. നിർമുത്തം മുത്തിനു പകരം നൽകും മുന്തിരി വള്ളി, കിളിയൊച്ചയെടുത്തു വരുമ്പോൾ കാതിനു തേന്മഴയല്ലേ. അലകടലും കാറ്റും കാമില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. പൂവിരിക്കും തീരം ഉലകങ്ങൾ തേടും നേരം ഒരു ഗാനം പാടുവാനം പാടി. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ.
നീളും രാവിൽ അഴകിന്റെ വെള്ളിത്തേരിൽ ഇനി നീയും പോരു വാനം പാടി അലകടലും കാറ്റും കാമിക്കല്ലേ ഇനി അവളും ഞാനും പ്രേമിക്കല്ലേ അലകടലും കാറ്റും കാമിക്കല്ലേ ഇനി അവളും ഞാനും പ്രേമിക്കല്ലേ ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ ഒരു മുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ മരുമുത്തം മുത്തിനു പകരം നൽകും മുന്തിരി വള്ളി കിളിയൊച്ചയെടുത്തു വരുമ്പോൾ കാതിനു തേന്മഴയല്ലേ അലകടലും കാറ്റും കാമിക്കല്ലേ ഇനി അവളും ഞാനും പ്രേമിക്കല്ലേ അലകടലും കാറ്റും കാമിക്കല്ലേ ഇനി അവളും ഞാനും പ്രേമിക്കല്ലേ അലകടലും കാറ്റും കാമിക്കല്ലേ ഇനി അവളും ഞാനും പ്രേമിക്കല്ലേ Heavy to the heavy, say heavy, heavy, but how you won't stop to rock to the baby. When you say I'm just the boogie to the rhythm, I'm boogie to beat. I said heavy, heavy to the heavy, say heavy, heavy, but how you don't stop to rock to the baby. ഈ മാജിക് അറിയില്ലായിരുന്നെങ്കിൽ മുന്നേ എന്ത് ചെയ്തേനെ? മുന്നേ പിന്നെ വെറും പന്നെ. ഈ മാജിക് വെറും സമയം കളയാൻ മാത്രമുള്ളതല്ല, ഈ വക ക്രിമിനൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച് ഞാനല്ലേ. സമ്മതിച്ചിരിക്കുന്നു. ഫയലുകൾ ഭദ്രമായി അവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി മുകുന്ദനിലൂടെ നമുക്ക് കാര്യങ്ങൾ നീക്കണം. അതുകൊണ്ട് എന്താ കാര്യം? കമ്മീഷണർ ശ്രീദേവി മുകുന്ദനും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധം തുടങ്ങിയാലേ നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങൾ സാധ്യമാവുള്ളൂ. കുളം കലക്കി മീൻപിടുത്തം ഒരു വഴിയുണ്ട്. ആ സെല്ലും തന്നെ. ഹലോ, ആരാ? ഊർജ മുതലാളി എന്ന ബുദ്ധിരാഷ്ട്രത്തിന്റെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു ആരാധകനാ. എന്താ പേര്? എന്റെ പേര് ദുര്യോധനൻ പിള്ള. നിങ്ങൾക്കെന്ന പോലെ എന്റെയും ഒരു ബദ്ധശത്രുവാണ് ആ കാട്ടുപുരയ്ക്കൻ. ഓന്റെ ആൾക്കാരെ അപകരിച്ച നിങ്ങളുടെ രഹസ്യരേഖകൾ ഇപ്പൊ കമ്മീഷണർ കൈവശം ഉണ്ട്. സത്യമാണോ? കൃത്യമായി പറഞ്ഞാൽ കമ്മീഷണർ വീടിന്റെ ഡ്രോയിങ് റൂമിന്റെ ചില്ലിട്ട ടീപ്പോയ്ക്ക് താഴെ. കൈക്കൂലി ഭണ്ഡാരമാവോള്. പണം കൊടുത്ത് വീശിയാൽ ഓള നമുക്ക് പാട്ടിലാക്കാനേ. പക്ഷെ എല്ലാം രഹസ്യമായിരിക്കണമെന്ന് മാത്രം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഒരു സംശയമില്ല, അയാൾ ഒരു ആനമണ്ടൻ തന്നെ. എന്ത് പണിയായി കാണിച്ചത്? ഇതാരുടെ വീടാണെന്നറിയോ? പ്രധാനമന്ത്രിയുടെ വീടാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻസ്പെക്ടർ, ഞാനാണ് ഈ മുകുന്ദൻ മുതലാളി. കമ്മീഷൻ വിളിപ്പിച്ചിട്ട് വന്നതാ. PPS പിള്ള. വാടാ. കെട്ടിയവൻ IAS, കെട്ടിയവൾ IPS. നമസ്കാരം. നമസ്കാരം. കച്ചവടത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ശത്രുതയ്ക്ക് ഒരു നീർക്കുമിളയുടെ ആയുസേ പാടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വിശ്വാസം, അതാണ് എന്തുകൊണ്ടും ശാശ്വതം. പിന്നെ കമ്മീഷണർ ആയാലും നാട് ഭരിക്കുന്ന മന്ത്രി ആയാലും ചെന്ന് കാണുന്ന ശീലം എന്റെ ചേട്ടന് തീരെയില്ല. ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാ. അല്ല മാഡം, ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടണമല്ലോ. അതുകൊണ്ടാ എല്ലാം മറന്ന് ആ പാലത്തിലൂടെ ഞങ്ങൾ തന്നെ ഇക്കരയ്ക്കെത്തിയത്. ഏതായാലും കമ്മീഷണർ ആളൊരു കൊച്ചു മിടിക്കുക തന്നെയാ. അതങ്ങ് കൊടുത്ത ഒരു ചെറിയ സമ്മാനം. എന്താ തന്നത് നേരിട്ടായതുകൊണ്ടാണോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാട്ടുപുരയ്ക്കൻ തരുന്നതിലും 1 രൂപയെങ്കിലും കൂടുതൽ തരാനുള്ള കഴിവും കരുത്തും ഞങ്ങൾക്കുണ്ട്. അല്ല, പോരെങ്കില് എത്രയാന്ന് പറഞ്ഞാ മതി, തരാം. പക്ഷേ ആ ഫയലുകൾ ഞങ്ങൾക്ക് തരണം. ഫയലോ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇതല്ലേ ഡ്രോയിങ് റൂം? അതെ. ഡ്രോയിങ് റൂമിന്റെ ചില്ലിട്ട ടീപ്പോയ്ക്ക് താഴെ എന്ന് പറയുമ്പോ ഈ ടീപ്പോയ്ക്ക് താഴെ. കറക്റ്റ് ചേട്ടാ, ഫയൽ നമ്മൾ നോക്കി ചിരിക്കുന്നു. നമ്മുടെ ഫയല് രക്ഷപ്പെട്ടു. നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തി? കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഇത്രയും ചുറ്റിക്കളി വേണമായിരുന്നോ മാഡം? ഞങ്ങൾക്കറിയാം ഈ IAS-കാർക്കും IPS-കാർക്കും കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാ. കാശ് കൊടുക്കടാ. എടാ ഗോവിന്ദു, ഈ കൊച്ചിന് വീണ്ടും മദാമിയുടെ പ്രേതം കൂടി. ഇല്ല മാഡം, ഈ ഫയലും കൊണ്ടേ ഞങ്ങൾ പോകും. നിന്റെയൊക്കെ ശൗര്യം വേണമെങ്കിൽ മന്ത്രിമന്ദിരത്തിൽ കാണിച്ചോ. എന്നോട് കളിച്ചാ ഓടിച്ച് നിന്റെ പല്ലെടുക്കും. എടി പുല്ലേ,
ഉള്ളി ഉരുളക്കിഴങ്ങും വെട്ടി വിഴുങ്ങി മേൽശ്വാസവും കീഴ്ശ്വാസവും ഒരുമിച്ച് വിട്ടുകിടക്കുന്ന ചില വടക്കേന്ത്യക്കാരെ നീ കണ്ടിട്ടുള്ളൂ. ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ. വിഷപ്പാമ്പിനെ നീ നോവിച്ചു വിടുന്നത് നീ എടുത്തോളാം. അവിടെ നീ സൂക്ഷിച്ചോടാ പുല്ലേ. വണ്ടി എടുക്കടാ. മുകുന്ദൻ മുതലാളി ആൾ IPS ഒക്കെയാ, പക്ഷേ അടി കൊടുക്കാൻ IAS കാരൻ വേണല്ലേ. അയ്യോ ചോര. അല്ല കമ്മീഷണറെ, തന്റെ ജാതകത്തിൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ. എവിടെ ചാർജ് എടുത്താലും പ്രശ്നങ്ങൾ, പുറകെ തൂങ്ങാൻ ഞാൻ. ഇതേതാ ഈ പുതിയ അവതാരം ഫയൽ? എനിക്കും അതാ പിടികിട്ടാത്ത. പക്ഷെ ഇതത്ര നിസാരക്കാരനല്ല. ഇതെങ്ങനെ ഇവിടെ എത്തിന്ന് എത്ര ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ദേ ഫയലും തൊപ്പിയും കാക്കിയെല്ലാം 4 ദിവസം കഴിഞ്ഞു. ഇപ്പോ സുന്ദരിയും ശാലിനിയും സർവോപരി മാതകമോഹിനിയുമായ എന്റെ ഭാര്യ ശ്രീദേവി. ഓ തുടങ്ങി. ഈ ടെൻഷനിടയിൽ രവിക്ക് റൊമാൻസ് മൂടാ. ഭൂമി കുലുങ്ങിയാലും ആകാശം ഇടിഞ്ഞു വീണാലും എന്റെ വിഹിതം എനിക്ക് കൃത്യമായി കിട്ടിയേ പറ്റൂ. അറിയോ, ഓഫീഷ്യൽ ഡ്യൂട്ടിക്കിടെ വീണിട്ട് 4 ദിവസം. കരോളിലിറങ്ങിയ ജയിൽ പുള്ളിയുടെ അവസ്ഥയില ഞാനിപ്പോ. വന്നേ. നീ എന്താ ആലോചിക്കുന്നേ? ചേട്ടൻ അവനെ ശ്രദ്ധിച്ചോ? ആരെ? ആ കമ്മീഷണർ ഭർത്താവിനെ. ഈയടാ, അവന്റെ ജാണകം മെഴുകിയ മോന്ത നോക്കാനല്ലേ നേരം. പക്ഷെ കൈക്ക് നല്ല ചൂടാ. അസലിടിയാ. അതല്ല, നമ്മുടെ സ്പിരിറ്റ് ലോറിയിലെ ഡ്രൈവർ മുത്തു ഇല്ലേ, ആ തമിഴ് മുത്തു, അവരെ പോലെ തന്നെയുണ്ട്. ഏത് തമിഴ് മുത്തു? കലോളം നല്ലൊരു പാനീയം മൂലോകത്തില്ലടി മറിയേ എല്ലോളം ஒண்ணுக்கு நிக்க வேண்டாம். பக்கத்துல பண்ணி நிப்பாடுற. நான் யாரும் தெரியுமாடா? இந்த முத்துக்கிட்ட மோதன அவனோ அவன் உயிரோட போக மாட்டான். வாடா வாடா வாடா. എന്താടാ? ஐயோ மன்னிச்சிடுங்க முதலாளி, யாருன்னு தெரியாம போச்சு. കൈവിട്. ഗോവിന്ദോ, നീ പറഞ്ഞത് ശരിയാണല്ലോടാ. ഇതവൻ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ആ കമ്മീഷണറുടെ ഭർത്താവിന്റെ തന്ത ഏതോ പുറമ്പോക്കിൽ കൃഷി ഇറക്കിയ വിത്തായത്. തന്തയെ പറ്റി ഇവനും വലിയ നിശ്ചയൊന്നുമില്ല. അപ്പൊ അയാള് തന്നെ. முதலாளி, ஏன் பொண்டாட்டி எப்ப பார்த்தாலும் உன் பேரு சொல்லிட்டே இருக்க. பொங்கலுக்கு தங்கவளை வாங்கி கொடுக்கான்னு சொல்லிட்டேன், കൊടുക്കല. അനിയാ ഗോവിന്ദോ. എന്തോ? അപ്പൊ ഇവന്റെ പൊണ്ടാട്ടിയുടെ പുറമ്പോക്കിൽ നീയും കൃഷി ഇറക്കാറുണ്ടല്ലേ? പിന്നെ ചേട്ടൻ വെള്ളടിച്ച് ചുമ്മാ പറയണ. എന്തായാലും ഈ പാണ്ഡിവത്തിനെ വെച്ച് നമുക്കൊന്ന് കളിക്കാം. എന്തേ വിശപ്പ് ഇതുവരെ തീർന്നില്ല? അത് ഈ ജന്മം തീരൂല. സമ്മതിച്ചു. ശരിക്കും ഇതൊരു ജയിൽ പുള്ളി തന്നെ. എടി ഭാര്യേ, ഇങ്ങനെ ചില പരാക്രമങ്ങൾ ഉണ്ടെന്നല്ലാതെ ബേസിക്കലായിട്ട് പറഞ്ഞാല് നിന്റെ ഈ ഭർത്താവ് വെറും ഒരു പാവം. എന്താ പറഞ്ഞത്?
ഒരു പാവം മുതല്. കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്കതേ അറിയൂ. കാക്കി ഇട്ടാലും കമ്മീഷണർ ആയാലും പെണ്ണ് പെണ്ണ് തന്നെയാ. അയ്യോ, എന്റെ ചുന്ദരിക്കുട്ടി വേഗം ഒന്ന് കുളിച്ചിട്ട് വന്നേ. ഞാൻ വേഗം റെഡിയാവാം. നമുക്ക് ഇന്നത്തെ ഡിന്നർ വെളിയിൽ നിന്നാവല്ലേ? എന്തോ വെളിയിൽ പോവാനോ? നല്ല കാര്യം. എന്റെ പരോള് കഴിയുന്ന ദിവസമല്ലേ. വിശപ്പാണ്, തീർന്നിട്ടുമില്ല. അതങ്ങേ പള്ളി പറഞ്ഞു. തണുപ്പുള്ള രാത്രിയിൽ തനിച്ച്. അയ്യോ, ഇതവൻ തന്നെ. എടാ, നിനക്കിപ്പോ അവിടെ മീശയില്ല. പിന്നെ ലോറി താവളത്തിലെ തെണ്ടിപ്പണിയൊന്നും ഇവിടെ നീ കാണിച്ചേക്കരുത്. ഇല്ലയാ, നീ ഇപ്പൊ ഇവിടെ സബ് കളക്ടർ രവീന്ദ്രൻ IAS ആണ്. എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ശരിയാ. ഭർത്താവാന്നും പറഞ്ഞ് അവരടുത്തൊക്കെ വരും. ഏതാവത് ഇടത്തിൽ കയറി പിടിച്ച് കൊന്നിടുവേ. இல்லையா, எனக்கெல்லாம் தெரியும். ஐயா, தைரியத்துக்காக கொஞ்சம் சாராயம் கிடைக்குமா? എടാ, ജീവൻ പോയാലും നീ ആരുടെ മുന്നിലും സംസാരിക്കണം. നിനക്കിപ്പോ സംസാരശേഷി ഇല്ല. മനസ്സിലായല്ലോ. ഫയലുകൾ കണ്ടു കിട്ടിയാൽ ഉടനെ ഫോൺ ചെയ്യണം. രവി, കാല് മാറരുത് കേട്ടോ.